നമസ്കാരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്നു എന്ന വാർത്ത ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈയൊരു വൻപൻ ചിത്രത്തിന്റെ ആദ്യ ലൊക്കേഷൻ ശ്രീലങ്കയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മമ്മൂക്കയും ലാലേട്ടനും ചാക്കോച്ചനുമൊക്കെ ശ്രീലങ്കയിലെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരുന്നു. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരിക്കും ഇതെന്ന് ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ആ ഒരു വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രത്തിൽ നായികമാരായി മഞ്ജു വാര്യരും നയൻതാരയും എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കന്നഡ താരം ശിവരാജ് കുമാർ, സൗബിൻ ഷാഹിർ, വിവേക് ഒബ്രോയിൻ, ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. അതോടൊപ്പം ഈ ഒരു ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ താരം വെങ്കടേഷും അതിഥി വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ടൊവിനോ തോമസും ചിത്രത്തിലുണ്ടെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാമന്ത ഒരു ഗാനരംഗത്തിന് ചുവടുകൾ വെക്കാൻ കരാർ ഒപ്പിട്ടെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരള കൗമുദിയാണ്. 2020 എന്ന ചിത്രത്തിന് ശേഷം മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരക്കുന്ന ബിഗ് ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആന്റോ ജോസഫിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഫിലിം കമ്പനിയാണ് നിർമ്മിക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മലയാളത്തിൽ തന്നെ എക്കാലത്തെയും വൻപൻ ബഡ്ജറ്റിൽ ഒരുങ്ങാൻ പോകുന്ന ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഏകദേശം 80 കോടി രൂപയോളമാണ്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ ഒരു വൻപൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.